ഹലോ ഹായ് നമസ്കാരം. ആദൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഇന്ന് രാവിലത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ. ഞായറാഴ്ചയല്ലേ, ഇന്ന് തന്നെ വീഡിയോ വരുവേ. കാരണം ഞാൻ എന്നും അന്നേരം വീഡിയോ എടുത്താണ് ഇടുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ വീഡിയോ വരും. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷമൊക്കെ? നമ്മുടെ ഉണ്ണിച്ചേട്ടൻ എണീറ്റ് വരുന്ന ഭാഗമാണ് കാണുന്നത്. പോയി കണ്ടത് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഉണ്ണിമുത്തേ, ഞാൻ വരുന്നില്ല എന്ന് ഉണ്ണിച്ചേട്ടൻ എണീറ്റ് മുഖവും തിരുമ്പി വരുന്നുണ്ട്. പക്ഷെ ചേട്ടൻ എന്നെ കണ്ടറിഞ്ഞ് അങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട്. പിന്നെ എന്താണ്, എല്ലായിടത്തും മഴയൊക്കെ ഉണ്ട്. നമുക്ക് അട്ടപ്പാടിക്ക് മഴയാണ് കേട്ടോ. അട്ടപ്പാടിക്ക് മഴയാണ്. വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ മഞ്ഞ് കയറും. രാവിലെ ആയിട്ടുണ്ടെങ്കിൽ ഇതല്ല, രാവിലെ പോട്ടെ, രാത്രി ആയിട്ടുണ്ടെങ്കിൽ മഴയാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണിച്ചു തരാവേ. മലയുടെ അവസ്ഥ കാണിച്ചു തരാം. നമ്മൾ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. താമസിച്ചാണ് ഇന്നത്തെ പരിപാടികളെല്ലാം താമസിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദുമോനെയും കാണിച്ചു തരാവേ. ആദുമോനെ കാണിച്ചു തരാം. ആദുമോൻ ഇപ്പോൾ എണീറ്റിട്ടില്ല. അപ്പോൾ ആദുമോനെ കാണിച്ചു തരാം. അപ്പം നമുക്ക് പോവാം നമ്മുടെ വീഡിയോയിലേക്ക്. ആണ് കേട്ടോ, രാവിലെ മഞ്ഞ് കണ്ടോ, ഭയങ്കര കോടയാണേ. കോട മൂടിക്കിടക്കുവാണ് കണ്ടോ. ഇതാണ് രാവിലത്തെ ഒരവസ്ഥ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പെരും മഴ. വെയിലും തെളിഞ്ഞു കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചായ വെച്ചിട്ടുണ്ട്, ചായ കുടിക്കട്ടെ, എന്നിട്ട് ബാക്കി വിശേഷം. അപ്പോൾ ഞാൻ ദോശമാവും പോട്ടെ, ഇഡ്ഡലിക്ക് മാവ് അരച്ചൊക്കെ വെച്ചിട്ടാണ് കിടന്നത് കേട്ടോ. മാവ് നന്നായിട്ട് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ഞാനേ ഉപ്പ് പിന്നെ ആയിട്ട് ഇട്ട് കൊടുക്കുകയുള്ളൂ. ഉപ്പ് പിന്നെ ഇട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ സാമ്പാർ ഇരിപ്പുണ്ടേ, ഇന്നത്തെ സാമ്പാറൊക്കെ ഇരിപ്പുണ്ട്. വിചാരിച്ചു ഇഡ്ഡലി ഉണ്ടാക്കുവാണെങ്കിൽ സാമ്പാറും ഇഡ്ഡലി ആകുമ്പോൾ മക്കൾസിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ കയ്യിലാട്ടോ ഇരിക്കുന്നത് ഫോൺ, അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്നുണങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നന്നായിട്ട് മാവ് പൊന്തിയിട്ടുണ്ട്. ഇന്ന് ഇഡ്ഡലിയാണ്, ഇഡ്ഡലി സാമ്പാർ. ഇന്നലെ ദോശയായിരുന്നു, ഇന്ന് ഇഡ്ഡലി. പിന്നെ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ഗ്ലാസ് ചായ കുടിക്കണം. കട്ടൻ ചായയാണ് കേട്ടോ. കട്ടൻ ചായ രാവിലെ കുടിക്കണം. അങ്ങനെ ഓരോരോ പരിപാടി. പിന്നെ കുടിക്കാൻ വെള്ളം വെക്കണം. ചോറ് വയ്ക്കാൻ വേണ്ടി പുറത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. അരി അടുപ്പത്ത് തരണം. അങ്ങനെയാണ് രാവിലത്തെ. ഞായറാഴ്ച ആയ ഇതാണ് പരിപാടി. ക്ലീനിങ് ഒന്നുമില്ല കേട്ടോ. ഇന്നലെ എല്ലാം ഞാൻ ചെയ്തു വെച്ചു. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല ഇന്ന്. ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് മാവും പോട്ടെ, പാത്രത്തിൽ എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറുതാട്ടോ, നമ്മുടെ ഇഡ്ഡലി പാത്രം എന്ന് പറഞ്ഞാൽ ചെറുതാണ്. ഇതിന് 3ഉം ഒരെണ്ണത്തിനകത്ത് 4 ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. ചെറിയ പാത്രമാണ്, ഒത്തിരി ഓവർ വലുതല്ല. നമ്മളിത് ആദൂട്ടിക്ക് പഴം പുഴുങ്ങാൻ വേണ്ടി മേടിച്ച പാത്രമാണ്. അപ്പം അല്ലാതെ നമുക്ക് വെള്ളം നന്നായി തിളച്ച് മറിയുന്നുണ്ട്. അപ്പം അതിലേക്ക് ഒരു തട്ട് വെച്ചു. ഇനിയിപ്പോൾ അടുത്തൊരു തട്ടും കൂടി ഉള്ളൂ കേട്ടോ. ഇഡ്ഡലി ആകുമ്പോൾ ഉണ്ണിക്കുട്ടനും അതെ, ആദൂട്ടിക്കും അതെ ഇഷ്ടം. മാളൂന് പിന്നെ എന്തുണ്ടാക്കിയാലും ഒരെണ്ണം. മാളും അങ്ങനെയുള്ളൂ. ഉണ്ണിക്കുട്ടനും ആദൂട്ടിക്ക് ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണ്. ഉണ്ണിക്കുട്ടനും ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലി. നോക്കിയിട്ട് ഉണ്ണിക്കുട്ടൻ്റെ ആദൂട്ടിൻ്റെ ഇതാണ് എല്ലാ അവർക്ക് രണ്ടുപേർക്കുമാണ്. ഇത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടപ്പെടുത്തൊന്ന് മൂടി വെക്കാവേ. അങ്ങനെ നമ്മുടെ അടപ്പൊക്കെ എടുത്ത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി അടുപ്പ് തരണം. ചോറ് അരി ഞാൻ അടുപ്പത്തിട്ടത് അതേ പുറത്താണ് കേട്ടോ. പുറത്ത് തീ കത്തിച്ചിടും. ഇത് ജയരി ആയതുകൊണ്ട് ഭയങ്കര വേവ്. അപ്പോൾ എങ്ങനെയാണേലും ഇതൊരു 3 മണിക്കൂർ കിടക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പുറത്ത് തീ കത്തിച്ച് വെക്കുവാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് തീ ഉന്തി വെച്ചാൽ പോരെയെന്ന് ഓർത്തിട്ട് അങ്ങനെ പുറത്ത് വെച്ചേക്കുവാണ് മൂടി. ഇതെന്നും പതിവ് പോലെ കുടിക്കാൻ വെള്ളം വെച്ചേക്കുവാണ്. അത് എന്തെന്നറിയാമോ, വാഷിംഗ് മെഷീൻ്റെ പൊക്കത്താണ് വെച്ചേക്കുന്നത്. നമ്മൾ അവിടുത്തെ പ്ലഗ് കേടായിപ്പോയി. അപ്പോൾ ഇനി തുണിയൊന്നും ഇടാനില്ല, അന്നേരം മെഷീൻ്റെ മുകളിലാണ് വെച്ചേക്കുന്നത്. കുടിവെള്ളം മാത്രമേ ഇപ്പോൾ തിളപ്പിക്കുന്നുള്ളൂ കേട്ടോ ഇതിനകത്ത്. നമ്മുടെ ഇഡ്ഡലി ആയിട്ടുണ്ടോ ഞാൻ നോക്കുന്നത് എങ്ങനെയാണെന്നറിയോ, ചെറുപ്പത്തിലേ അമ്മ ഇങ്ങനെ ഇഡ്ഡലി ആയോ അമ്മ നോക്കാൻ പറയും. അമ്മ മീനോട് കുത്തിയിട്ട് നോക്കാൻ പറയും. അപ്പോൾ ഇത് പിടിച്ചിട്ടില്ലെങ്കിൽ ഇഡ്ഡലി ആയി എന്ന് പറയും സ്പൂണിൽ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇഡ്ഡലി ആയിട്ടുണ്ട്. അപ്പോൾ അത് തണുപ്പിച്ചിട്ട് തീ കുറയ്ക്കാം. തീ കുറച്ചിട്ട് തണുപ്പിച്ചിട്ട് നമുക്ക് കുത്തി പാത്രത്തിലേക്ക് ഇടാം. ഇതാണ് കേട്ടോ, ഇഡ്ഡലി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ കുത്തിയൊക്കെ എടുക്കണം. ചൂട് കയറുന്ന ഇഡ്ഡലിയാണ് കേട്ടോ. ഇത് നമ്മുടെ ആദൂട്ടീനെ എണീപ്പിക്കണം. ആദൂട്ടീനെ എണീപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇഡ്ഡലിയും കൊടുക്കണം. ചൂടോടുകൂടി കൊടുക്കാനവനെ. നമ്മളിതേ ഇഡ്ഡലിയൊക്കെ കുത്തിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് ഞാൻ ഇന്നാളൊക്കെ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാക്കുമ്പോൾ ഇതെന്തായാലും കിട്ടണില്ല കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചാക്കുമ്പോൾ കിട്ടണില്ല. പക്ഷേ ഇത് കണ്ടോ, സൂപ്പറായിട്ട് കിട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തായാലും ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ട് വെക്കുമെന്ന് തോന്നുന്നു കേട്ടോ പാത്രത്തിൽ.
അങ്ങനെയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇത്രയും ഇഡ്ഡലിയാണ് നമുക്കൊരു ട്രിപ്പിന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 7 കേട്ടോ. ഇനി അടുത്തത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ഇഡ്ഡലി മൊത്തം ആക്കട്ടെ. അപ്പം അങ്ങനെ പതിവ് പോലെ രാവിലെ നമ്മൾ കുഞ്ഞുവാവ എണീറ്റ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ ഷോർട്സ് കാണുന്ന എല്ലാവർക്കും അറിയാം കേട്ടോ. ഇതാണ് പരിപാടി. ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അമ്മേനെ കിട്ടണം, അത് നിർബന്ധമാണ്. അപ്പം അങ്ങനെ അമ്മേനെയും കെട്ടിപ്പിടിച്ചിരുന്ന് അമ്മേനെ ഒന്ന് തൊട്ടൊക്കെ നോക്കി. ഞാൻ എങ്ങോട്ടെങ്കിലും പോയാൽ എന്ത് ചെയ്യും, അതുകൊണ്ട് എന്നെയൊക്കെ നോക്കിയിരുന്നു. ഇങ്ങനെ കുറച്ച് നേരം വീർപ്പിച്ചൊക്കെ വെച്ചിരുന്ന് എന്നാലും അവനൊരു സമാധാനമാകത്തുള്ളൂ. ഞാൻ എവിടെയും പോകത്തില്ല എൻ്റെ മോനെ ഇട്ടിട്ട്. അപ്പോൾ സമാധാനമായിട്ടോ. ഞാൻ എവിടെയും പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊഞ്ചിക്കണം. കൊഞ്ചിവാവയാണേ, എന്ത് ചെയ്യാനാന്ന് പറയും കൊഞ്ചിനെ. ചേട്ടായി എണീറ്റിട്ട് എങ്ങോട്ടോ പോയിട്ടുണ്ട്. ചേച്ചി പെണ്ണൊട്ട് എണീറ്റിട്ടുമില്ല അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ആദൂട്ടിക്ക് ഫുഡ് കൊടുക്കണം, ആദൂട്ടിക്ക് മരുന്ന് കൊടുക്കണം, എനിക്ക് ഫുഡ് കഴിക്കണം, എന്തേലും ഒരു കറി വെക്കണം. പയറുണ്ട്, പച്ചപ്പയർ ഇരിപ്പുണ്ട്, അതെടുത്ത് തോരൻ വെക്കാമെന്ന് വിചാരിക്കുന്നത്. കണ്ടോ, രാവിലത്തെ മേളാണ്. യൂണിഫോം അലക്കണം. അങ്ങനെ കുറച്ച് പരിപാടി അമ്മയ്ക്കുണ്ട്. പക്ഷേ ഈ കുഞ്ഞുവാവ ഇങ്ങനെ ഇതായി കിടന്നുണ്ട്. ആദൂട്ടി കഴിഞ്ഞ ദിവസമേ തല പൊക്കി വെച്ചിട്ട് ഒന്നുകൊണ്ട് ഈ ഭിത്തിക്കിട്ട് അടിച്ചു വിട്ടു. അത് പരിപാടി സ്ഥിരമുണ്ട്. ഇത് കണ്ടോ, ചുണ്ടിൻ്റെ ഇവിടെ ചെറുതായിട്ട് അത് നന്നായിട്ട് വീങ്ങിയിട്ടുണ്ടായിരുന്നു, അത് പോയി. ഇപ്പം ചെറുതായിട്ട് ചുങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് പോയി, വീണേ. ഭയങ്കര കുരുത്തക്കേടിൻ്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദൂട്ടിയാന്ന് പറഞ്ഞാൽ മതി. ഇല്ലാത്ത കുരുത്തക്കേടില്ല കേട്ടോ ഈ ചെറുക്കന് അപ്പിടി കുരുത്തക്കേടാ. അല്ലേ, കുരുത്തക്കേടിൻ്റെ ഉസ്താദാണ്. അപ്പം ഇനിയിപ്പോൾ ആദൂട്ടിക്ക് ഇഡ്ഡലിയൊക്കെ എടുക്കട്ടെ കേട്ടോ കഴിക്കാൻ. ആദൂട്ടിക്ക് ഇഡ്ഡലി എടുക്കണം. പിന്നെന്താ, സാമ്പാർ എടുക്കണം. ഇന്നലത്തെ സാമ്പാറാണേ. സാമ്പാർ ഇഷ്ടമാണോ? ഇഡ്ഡലിയോ? ഇനിയിപ്പോൾ ഇത് ആദൂട്ടി ഫുഡൊക്കെ കൊടുത്തിട്ട് നമുക്ക് കാണാവേ. ഇത് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര ഇഡ്ഡലി ഉണ്ടാക്കി. നമ്മൾ പിള്ളേർക്ക് എനിക്ക് മാത്രം മതി കേട്ടോ. നല്ല ചൂട് പാർന്ന ഇഡ്ഡലി. പിന്നെ നമ്മുടെ പൊത്തിയാണ് നമ്മുടെ സാമ്പാർ കേട്ടോ. ഇന്നലത്തെ സാമ്പാറാണ്. ഇനിയിപ്പോൾ ആദൂട്ടിക്ക് ഇത് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി അടുത്ത വിശേഷം, വലിയ വിശേഷമൊന്നും ഇല്ലാത്തൊരു വീഡിയോയൊക്കെയാണ്. ഇന്നലത്തെ സാമ്പാറും ചൂടാക്കി കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് ഇഡ്ഡലി സാമ്പാറുമാണ്. ഈ പാത്രം പിന്നെ ആരോടും പറയണ്ടായിരിക്കുമല്ലോ അല്ലേ. വന്നു കേട്ടോ, നമ്മുടെ ചേട്ടൻ വന്നു. അപ്പോൾ ചേട്ടന് എന്തെങ്കിലും ഒരു ഇഡ്ഡലി എങ്ങാനും കൊടുക്കണം. പൂച്ചയാണ് കേട്ടോ. ആദൂട്ടിക്ക് ഇഡ്ഡലി കൊടുക്കാൻ വേണ്ടി എടുക്കുവാണ്. ഇഡ്ഡലി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിടിച്ചു വെച്ച് ഞാൻ കൊടുക്കും ഇഡ്ഡലിയൊക്കെ. അവൻ്റെ വിശപ്പ്, ഞാൻ എന്ത് ഭക്ഷണം കൊടുക്കുന്നത് അതല്ലേ എൻ്റെ ആദൂട്ടി കഴിക്കുന്നത്. എൻ്റെ ആദൂട്ടിയല്ല നമ്മുടെ ആദൂട്ടി കഴിക്കുന്നത്. അപ്പം അത് ഞാൻ പിടിച്ചു വെച്ച് തുറക്കാനാണ് പാട്. ഒരു കയ്യിലാണ് ക്യാമറ, അതുകൊണ്ടാണ്. ഞാൻ ആദൂട്ടിക്ക് എടുക്കുമ്പോൾ ചാറെടുക്കത്തില്ല കേട്ടോ. ചാറെടുക്കത്തില്ല, കഷ്ണം മാത്രമേ എടുക്കത്തുള്ളൂ. കഷ്ണത്തിൻ്റെ ആളാണ്. അതെ, അങ്ങനെ കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം ഇഡ്ഡലിയും സാമ്പാറുമാണ് നമ്മുടെ ആദൂട്ടിക്ക് രാവിലെ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ചൂടുവെള്ളവും കൂടി എടുക്കും കേട്ടോ. ഇത്രയും കഴിക്കുമെന്നൊന്നും അറിയില്ല, ഞാനിതൊരു സമാധാനത്തിന് വേണ്ടി എടുത്താണ്. അവൻ എത്ര കഴിച്ചാലും എനിക്ക് മതിയാവത്തില്ല കേട്ടോ. വിശപ്പ് പോകുന്നുണ്ടോയെന്നൊന്നും അവന് പറയാൻ പറ്റാത്തതുകൊണ്ട് അതൊരു വിഷമം തന്നെയാണ്. നല്ല ചൂടുവെള്ളം പാർണം, തീ പാർന്ന പോലെ ചൂട് വേണം. അങ്ങനെ നമ്മൾ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടി കുഞ്ഞാവയ്ക്ക്. അപ്പോൾ നമ്മൾ ആദൂട്ടിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാണിച്ചില്ലായിരുന്നു, ഇഡ്ഡലി സാമ്പാർ വേണം. കുറച്ചൊരു പാടൊക്കെയാണ് കേട്ടോ കൊടുക്കാനൊക്കെ, കുറച്ചൊരു മടി കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇഡ്ഡലി സാമ്പാറും ഭയങ്കര ഇഷ്ടമാണ്, അതും പറയാലോ. ഇഡ്ഡലി സാമ്പാറും ഞാൻ ഇഷ്ടമാണ്. ഞാൻ ആദൂട്ടി ഫുഡ് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുതിർത്തിട്ടേ കൊടുക്കുള്ളൂ കേട്ടോ. അല്ലാതെ അവനെ വെക്കും. പക്ഷേ എനിക്ക് പേടിയാണ്, എന്തേലും കാരണവശാൽ തൊണ്ടയിലൊക്കെ കുടുങ്ങിപ്പോയായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഇവരുടെ കാര്യത്തിൽ എനിക്കൊരു റിസ്ക് എടുക്കാൻ എനിക്ക് പറ്റിയില്ല, പേടിയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇതാക്കിയിട്ട് ചോറൊക്കെ കൊടുക്കും കേട്ടോ. ഇറച്ചിയൊക്കെ തിന്നും, അവന് കുഴപ്പമില്ല. പക്ഷേ എനിക്കൊരു പേടി, എന്തെങ്കിലും ഇതായാലോ എനിക്കൊരു പേടി. അപ്പം നന്നായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് ഇതായിട്ടേ കൊടുക്കുകയുള്ളൂ. അപ്പം ഇഡ്ഡലി സാമ്പാറും ആയതുകൊണ്ട് ഇന്ന് നമ്മുടെ കുഞ്ഞുവാവ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ആദ്യത്തെ ഒരു ഭാഗം തുറക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. ആദ്യത്തെ ഒരു ഭാഗം തുറക്കാൻ പാടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആളങ്ങ് കഴിച്ചോളൂ. പിന്നെ മോന് പ്രശ്നമൊന്നുമില്ല, പിന്നെ ആദ്യത്തെ ഫുഡ് കഴിച്ചോളൂ. കണ്ടോ, ആദ്യത്തെ ഒരു പാടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആദൂട്ടിക്ക് ഫുഡ് കൊടുക്കുകയാണ്. ആദൂന് ഫുഡ് കൊടുത്തിട്ട് കാണാവേ. നമ്മുടെ ആദൂട്ടി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ഇട്ട് കൊടുക്കണം. ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ ആദുമോനെ ഇനി അവിടെ കിടത്തണം. ആദുമോനെ കിടത്തി ചിരിക്കുമോ, അമ്മാളും ഒന്ന് ചിരി കണ്ടോന്നോ. ആദുമോനെ അവിടെ കിടത്തി കഴിഞ്ഞിട്ട് ഇനി എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇഡ്ഡലിയാണ് കേട്ടോ.
ഇഡ്ഡലി കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെ അവിടെ ഉൾപ്പിട്ടൊക്കെ ഇട്ട് കിടത്താമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പെട്ടെന്ന് കഴിക്കും കേട്ടോ. ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അതും പെട്ടെന്ന് കഴിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ പറയുകയാണ് കളി കള്ളിപ്പെണ്ണ് ഇതുണ്ടല്ലോ, കള്ളിപ്പെണ്ണാണ് നമ്മുടെ കള്ളിപ്പെണ്ണ. ഇത് നമ്മുടെ കള്ളിപ്പെണ്ണും കള്ളിത്തിരക്കനും എല്ലാം കൂടിയാണ്. അപ്പം അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. അതുകൊണ്ട് ഞാൻ കിടത്തട്ടെ. ബെഡൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കിടത്തട്ടെ, അവിടെ കിടക്കണം. അമ്മ ഭക്ഷണം കഴിച്ചോട്ടെ. അമ്മ സമ്മതിച്ചു കേട്ടോ, എല്ലാം സമ്മതിച്ചൊരു കുഞ്ഞുവാവയാണ്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. ഫുഡ് കഴിക്കാൻ വന്നപ്പോഴാണ് കേട്ടോ നമ്മുടെ അരി അടുപ്പത്തിട്ട കാര്യം മറന്നുപോയത്. പിന്നെ ഇപ്പോൾ അത് നോക്കിയിട്ട് പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. വെന്തിട്ടില്ല കേട്ടോ, അത് ഭയങ്കര വേവുള്ളതാണ്, വെന്തിട്ടില്ല. വെയിൽ കാരണം കാണുന്നുണ്ടാവില്ല അല്ലേ. അപ്പം അങ്ങനെ അത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പുറത്തെ വീട്ടിൽ മിക്സിയിലാണെങ്കിൽ അരയ്ക്കുന്നുമുണ്ട്. ഇതിവിടെ ഫുഡൊക്കെ കഴിച്ച് കിടപ്പുണ്ട് കേട്ടോ. ഉടുപ്പ് താത്തിയിടറ, കള്ളച്ചെടുക്കാം. ഉടുപ്പ് താത്തിയിടറ. ചിരിക്കുന്നൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അവനെ കിടത്തി ഇനിയിപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാം. ഞാൻ ഫുഡ് കഴിക്കാൻ വിചാരിച്ച് എടുക്കുവാണ് കേട്ടോ. പെട്ടെന്ന് കഴിക്കണം, എനിക്ക് സമയമില്ല. എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ, എനിക്കൊന്നിനും സമയമില്ല. ഇനിയിപ്പോൾ ആൺകുട്ടിക്ക് കൊടുക്കണ്ടേ, മരുന്ന് കൊടുക്കണം. അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ കൂട്ടി നടന്നിട്ടുള്ളൊരു ഫുഡടിയാണ് എൻ്റേത്. അപ്പോൾ സാമ്പാർ കുറേ വേണം കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് യാതൊരു മരുന്നൊക്കെ കൊടുക്കണം. പെട്ടെന്ന് കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴാണ് കേട്ടോ നമുക്ക് പണി കിട്ടിയിരിക്കുന്നത്. കുഞ്ഞമത്തി എത്രയാണെന്ന് അറിയില്ല, 50 രൂപ എങ്ങാണ്ടുള്ളൂ. കുഞ്ഞമത്തി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദൂട്ടിക്ക് മരുന്ന് കൊടുത്തിട്ട് ഇത് നന്നാക്കണം. ആദൂട്ടിയുടെ മരുന്നോടുകൂടി നമ്മുടെ വീഡിയോ കഴിയുവാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ആദൂട്ടിക്ക് മരുന്ന് കൊടുക്കണം പരിപാടിയാണ്. അങ്ങനെ ആദൂട്ടിക്ക് മരുന്ന് കൊടുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ. കുറച്ച് മരുന്നുണ്ട്, എല്ലാം കൊടുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. പിന്നെ നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നമുക്ക് വലിയ വലിയ വിശേഷങ്ങളൊന്നും കാണിക്കാനും പറയാനൊന്നുമില്ല. ഞാനും ആദൂട്ടിയും പിന്നെ നമ്മുടെ ഇവിടെയുള്ള മാളൂസ്, ഉണ്ണിക്കുട്ടൻ. മാളൂസ് വരുന്നില്ല, വരും, താമസിക്കാതെ വരും. അപ്പോൾ ഉണ്ണിക്കുട്ടൻ എന്നൊക്കെ പേര് പറഞ്ഞാൽ ആദൂട്ടിക്ക് ചിരിയാണ്. അപ്പം ഞങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. മരുന്ന് കുടിക്കണ്ടേ ബാക്കിയും കൂടി. അപ്പം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഞായറാഴ്ചയായിട്ട് എല്ലാവരും കറങ്ങാനൊക്കെ പോയോ? മക്കളൊക്കെ വീട്ടിൽ ഇരിക്കുന്ന ദിവസമാണല്ലോ അല്ലേ. നമ്മൾ എവിടെ അങ്ങനെ പോക്കില്ല കേട്ടോ, എവിടെ ഒരു കാര്യത്തിന് പോക്കില്ല. അവരങ്ങനെ വാശി പിടിക്കാറുമില്ല. മാളൂസും ഉണ്ണീസും അങ്ങനെ വാശി പിടിക്കാറുമില്ല. കൂടി പോയാൽ വയനാട് പോകും, അത്രയേ ഉള്ളൂ നമ്മൾ. പിന്നെ മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് മരുന്നെടുക്കുവാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് മരുന്നൊക്കെ കൊടുക്കട്ടെ കേട്ടോ, സമയമില്ല, 1:30 അപ്ലോഡ് ചെയ്യേണ്ട. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടെ ടാറ്റാ, ബൈ ബൈ.